കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി രണ്ടത്താണി യൂണിറ്റിന്റെ നവീകരിച്ച വ്യാപാര ഭവന്റെ ഉദ്ഘാടനവും ജനപ്രതിനിധികൾക്കുള്ള സ്വീകരണവും ജനറൽ ബോഡി യോഗവും രണ്ടത്താണി വ്യാപാര ഭവനിൽ വെച്ച് നടന്നു. ഇങ്ങനെ വാരും ചിലപ്പോൾ കത്തിരിക യൂണിറ്റ് പ്രസിഡന്റ് ലൗലി മുഹമ്മദ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ഞാൻ ഉൾപ്പെടെ എല്ലാ മെമ്പർമാരും വളരെ സന്തോഷത്തോടെ, അതിലുപരി ഞാൻ വളരെ അഭിമാനത്തോടെയാണ് നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കാനായി നിന്നിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, എനിക്ക് കൂടുതൽ സംസാരിക്കാനൊക്കെ പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല, നമ്മൾ വളരെ വൈകിയാണ് നമ്മൾ പരിപാടി തുടങ്ങിയിട്ടുള്ളത്. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റും മലപ്പുറം ജില്ലാ പ്രസിഡന്റുമായ പി കുഞ്ഞാവു ഹാജി നവീകരിച്ച വ്യാപാര ഭവന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വ്യാപാരികളും പഞ്ചായത്തും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണെന്നും കച്ചവടക്കാരെ പീഡിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നടപടിയും പഞ്ചായത്ത് ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകരുതെന്നും എല്ലാവരെയും ഒരുപോലെ കണ്ട് വ്യാപാരികളോടുള്ള സഹകരണം ശക്തിപ്പെടുത്തണമെന്നും പി കുഞ്ഞാവു ഹാജി ഉദ്ഘാടന പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടു. പ്രദേശത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ വ്യാപാരികളുടെ പങ്ക് നിർണായകമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 3 പഞ്ചായത്തുകളിൽ ആയിട്ടാണ് ഈ ഭാഗത്തുള്ള കോൺഗ്രസൊക്കെ ഉള്ളത്. അവരൊക്കെയാണ് ഈ പരിപാടി പങ്കെടുക്കുന്നത്. പ്രത്യേകമായ പേരിലൊന്നും പറയുന്നില്ല. അവർ നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് അവരോട് പറയാനുള്ളത്, കച്ചവടക്കാരും പഞ്ചായത്തും ഒരു നാണയത്തിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് പി ബഷീർ മുഖ്യ പ്രഭാഷണം നടത്തി. കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളിലായി രണ്ടത്താണിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും ഏറെ ഗുണകരമായ രീതിയിൽ പ്രവർത്തിച്ചുവരുന്ന ശക്തമായ സംഘടനയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി രണ്ടത്താണി യൂണിറ്റ് എന്നും അദ്ദേഹം പറഞ്ഞു. നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കെട്ടിടം പുതുക്കിപ്പണിയുകയും ആധുനിക സൗകര്യങ്ങളോടുകൂടിയ കോൺഫറൻസ് ഹാൾ, വിശാലമായ ഡൈനിങ് ഹാൾ എന്നിവ സജ്ജീകരിക്കുകയും ചെയ്തു. ഉദ്ഘാടന വേളയിൽ രണ്ടത്താണിയിലെ മുഴുവൻ വ്യാപാരികളും തങ്ങളുടെ കടകൾ അടച്ച് പരിപാടിയിൽ പങ്കാളികളായി എന്നത് ശ്രദ്ധേയമായി. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലെ സജീവ സാന്നിധ്യവും യൂണിറ്റ് തെളിയിച്ചു. മലപ്പുറം ജില്ലയിൽ നിർധന കുടുംബങ്ങൾക്ക് 40 വീടുകൾ നിർമ്മിച്ചു നൽകാൻ യൂണിറ്റിന് കഴിഞ്ഞതായി നേതൃത്വം അറിയിച്ചു. ഇതിൽ 4 വീടുകൾ കോട്ടക്കൽ മണ്ഡലത്തിലാണെന്നതും ശ്രദ്ധേയമാണ്. കൂടാതെ ചികിത്സാ സഹായങ്ങളും വിവിധ സാമൂഹിക ഇടപെടലുകളും നടപ്പിലാക്കിയിട്ടുണ്ട്. രണ്ടത്താണി അങ്ങാടി സൗന്ദര്യവൽക്കരണത്തിനായി ജില്ലാ പഞ്ചായത്ത് അംഗത്തിന് നിവേദനം സമർപ്പിച്ചതായും നേതാക്കൾ അറിയിച്ചു. എല്ലാ രേഖകളും ക്രമമായി പാലിച്ച് വ്യാപാരികൾ കച്ചവടം നടത്തുമ്പോൾ തെരുവ് കച്ചവടക്കാരുടെ അനധികൃത കടന്നുകയറ്റം വ്യാപാരികൾക്ക് ഭീഷണിയാകുന്നതായും അധ്യക്ഷ പ്രസംഗത്തിൽ ലൗലി മുഹമ്മദ് പറഞ്ഞു. വിഷയത്തിൽ പഞ്ചായത്ത് അധികാരികൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മാറാക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് OK സുബൈർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ വെട്ടം ആലിക്കോയ, കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AP സബാഹ്, കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാബിറ എടത്തടത്തിൽ, ബ്ലോക്ക് മെമ്പർമാരായ ജംഷീർ സജീഹ്, KP അബ്ദുൽ കരീം, മാറാക്കര ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ അബൂബക്കർ തയ്യിൽ, മനാഫ് കല്ലൻ, MK ജുവേരിയ ഷിഹാബ്, കോട്ടക്കൽ മുനിസിപ്പാലിറ്റി കൗൺസിലർ തയ്യിൽ നാസർ, കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ K ഷാഹുൽ ഹമീദ്, സുലൈഖ പറമ്പാടൻ, ഷബ്ന കാലുടി, മുഹമ്മദ് അലി കുന്നത്ത്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലപ്പുറം ജില്ലാ സെക്രട്ടറി K ഷാജഹാൻ എന്ന മണി, കോട്ടക്കൽ മണ്ഡലം ജനറൽ സെക്രട്ടറി TP മുഹമ്മദ് ബഷീർ, വൈസ് പ്രസിഡന്റുമാരായ P മുഹമ്മദ് അലി റോയൽ, T ഗിരിവാസൻ ഉദയ, P സെയ്തലവി ലൈഫ് ലൈൻ, സെക്രട്ടറിമാരായ KC അബ്ദുൽ മജീദ് ഹൈലൈൻ, K ഹസൻ ക്വാളിറ്റി ബിൽഡ്വെയർ, KMK അബ്ദു, യൂസഫ് കാലുടി KMK യൂത്ത് വിംഗ് പ്രസിഡന്റ്, KP സമീർ ക്രസന്റ്, വനിതാ വിംഗ് പ്രസിഡന്റ് അംബ്ലി സജി, ഫാഷൻ ടൈലറിംഗ് എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി ഫിറോസ് പള്ളിമാലിൽ സ്വാഗതവും KC അബ്ദുൽ മജീദ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാടാമ്പുഴ.